സൂയിസൈഡ് ആണെന്ന് ഉറപ്പുണ്ടോ? സൂയിസൈഡ് ചെയ്താ? എബി, കഴിഞ്ഞത് കഴിഞ്ഞു, അത് വിട്ടുകള. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കബി. ഈ കേസ് ടേക്കപ്പ് ചെയ്തു എബിക്ക്. പറ്റും. അതിനാ ഫാമിലി വില്ലിങ് ആവണം. അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. പെൻഷൻ കൂടി കിട്ടാതായപ്പോൾ ചികിത്സിച്ചിട്ടുള്ള വീടും പറമ്പും കൂടി കളയണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ലായിരിക്കും. എന്നാലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കോടതി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വേണ്ട സാറേ, ഇങ്ങനെ കൈനീട്ടാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇനി ആത്മഹത്യയുടെ പേരും പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത് സാർ. മക്കളൊക്കെ വളർന്നു വരുന്ന പ്രായമാണ്. അച്ഛൻ്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം സാറേ. എബി സർ, നമ്മൾ വാങ്ങുന്ന ഫീസല്ല ഒരു കേസിന്റെ വില. അതിന് ചിലപ്പോൾ ഒരു ജീവന്റെ വിലയുണ്ടാവും. സോറി സർ. ഞാനൊരു പക്ഷേ ഈ കേസ് ഇത്തിരി സീരിയസ് ആക്കി എടുത്തിരുന്നെങ്കിൽ ഇവർക്കിപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എല്ലാവരും സ്വന്തം കാര്യം മാത്രമല്ലേ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ. സമയം വൈകിട്ടില്ല. ചിലപ്പോൾ മരിച്ച ശേഷമായിരിക്കും നീതി ലഭിക്കുക. ചേട്ടോയ്, നീ സ്വന്തം പതിയെ ചവിട്ടി പിടിച്ച് വിട്ടാൽ മതി. കിടങ്ങൂരേ കിടങ്ങൂരേ, നേരെ ചേച്ചി KSRTC പഞ്ചറാട്ട്. ഇതിലേക്ക് കേറിക്കോ വേഗോട്ടെ കേറിക്കോ. പിന്നെ സീറ്റ് ആ ചേട്ടാ പഞ്ചറാ. KSRTC നേരെ വണ്ണോടോ ചേച്ചി. വേഗോട്ടെ വേണ്ട പിന്നെ ഇറങ്ങിക്കിട്ടോ. ആനക്കാമ്പാറയിലേക്കുള്ള വണ്ടി തന്നെ ക്യാൻസൽ ചെയ്തേ. ആ റൂട്ടിൽ കളക്ഷൻ വളരെ മോശമാണ്. അതെ, ഇത് ഞങ്ങളുടെ MLA മണ്ഡല. ആളുണ്ടോ ഇല്ലയോന്നൊന്നും താൻ നോക്കണ്ട. തനിക്ക് ശമ്പളം കിട്ടുന്നില്ലേ? വള്ളവും വണ്ടിയൊന്നും ഇല്ലാത്തടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പറയുന്നിടത്തേക്ക് ബസ് ഇട്ടേ. നഷ്ടമൊക്കെ നാട്ടുകാർ സഹിച്ചോളും. ശരിയാക്കി തരാം കേട്ടോ. ഇത് നന്നാക്കാൻ സമ്മതിക്കില്ല. ഈ KSRTCയിൽ വർക്ക് ചെയ്യുന്ന മരിച്ചുപോയ വർഗീസ് എന്ന് പറഞ്ഞ വീട് എവിടെ അറിയോ? ഈ തൂങ്ങി മരിച്ച വർഗീസ് സാറിന്റെ വീടാണോ? ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ റൈറ്റ് സൈഡിൽ ആദ്യത്തെ വീട്. ശരി, നേരെയാണ്.
യെസ് കൗൺസിലർ. ഈ ഹർജി എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്നോ എങ്ങനെയാണ് വാദിക്കേണ്ടതെന്നോ എങ്ങനെയാണ് വിജയിപ്പിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. യുവർ ഓണർ, പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ അഗസ്റ്റിൻ ഉൾപ്പെടെ 13 പേരാണ് ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തൻ്റെയും കുടുംബത്തിൻ്റെയും ചെലവിനായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ഒരു ബാധ്യതയായി ജീവിക്കണമെന്ന് തോന്നിപ്പോകും. കൗൺസിലർ പറയുന്നത് കോടതിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണ് ഒരു സൊല്യൂഷൻ? എത്രയെത്ര പഠനങ്ങൾ നടന്നു, എത്രയെത്ര നിർദ്ദേശങ്ങൾ വന്നു. പക്ഷേ എല്ലാം ഒറ്റയടിക്ക് ശരിയാക്കാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ, ചില രാഷ്ട്രീയ ഇടപെടൽ, കെടുകാര്യസ്ഥത, ഇതിൻ്റെ എല്ലാം വിശദമായ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് കോടതി ഒന്ന് ആലോചിക്കട്ടെ. കേസ് അടുത്ത മാസം 20-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. യുവർ ഓണർ, ഒരമ്മ 10 മാസം ചുമന്ന് പ്രസവിച്ചു വളർത്തി വലുതാക്കിയ ഒരു മകൻ 30 വർഷത്തെയെങ്കിലും ആത്മബന്ധം കാണും അവർ തമ്മിൽ. ഇത്രയും വർഷത്തെ ബന്ധമുള്ള അമ്മയും മകനും തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ അവർ ആദ്യം ഓടിയെത്തുന്നത് കോടതിയിലേക്കാണ്. കാരണം കോടതി എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് യുവർ ഓണർ. ശരിയാണ്. പക്ഷെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശക്തമായി ഇടപെടണം കോടതി. ഇടപെടുന്നുണ്ടല്ലോ. ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനുണ്ടോ? യെസ്. അതിന് KSRTC ലാഭത്തിലാകണം. അതെങ്ങനെ? അതിന് വേണ്ട ഡീറ്റെയിൽസ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ KSRTCയുടെ പ്രതിദിന കളക്ഷൻ ഏകദേശം 6 കോടി രൂപയാണ്. അത് 9 കോടി രൂപയായി ഉയർത്തിയാൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊരു പ്രതീക്ഷയാവും. ഈ PIL നിങ്ങളല്ലേ സബ്മിറ്റ് ചെയ്തത്? യെസ് യുവർ ഓണർ, ഞങ്ങളാണ്. സർക്കാർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കാട്ടിലെ തടി തേവരുടെ ആന. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളീ പറയുന്ന പല കാര്യങ്ങളും സാധാരണക്കാർക്ക് പോലും അറിവുള്ളതാണ്. ശരി, പക്ഷെ ഇതൊക്കെ ആര് ഇംപ്ലിമെൻ്റ് ചെയ്യും? ഒരധികാരം തന്നാൽ നിങ്ങൾ ചെയ്യുമോ? വെറുതെ ഓരോന്ന് പറയാൻ എളുപ്പമാണ്. പറ്റും. സൈലൻസ്. വെറുതെ ചെറുപ്പത്തിന്റെ ആവേശം കൊണ്ട് എടുത്തിയാടരുത്. ഇത് കോടതിയാണ്. ജനങ്ങളുടെ സ്വത്താണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ പറയുന്നത് പോലെ വരുമാനം 9 കോടിയിലെത്തിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമോ? പറ്റും. ഇവരെങ്ങനെ? ഉചിതമായ തീരുമാനം കോടതിക്ക് എടുക്കാം. എന്തായാലും ഇനി ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. ഇതിനൊക്കെ നിയമപ്രശ്നങ്ങളില്ലേ? നിയമപ്രശ്നങ്ങൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. അവർക്ക് തീരുമാനിക്കാം. അവരുടെ തീരുമാനം എതിരാണെങ്കിൽ അപ്പോഴെന്ത് ചെയ്യണമെന്ന് കോടതി തീരുമാനിക്കും. കോടതിക്ക് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് വാറ് കൂട്ടിച്ചതാ. പിന്നെയാണിത്. യുവർ ഓണർ, എന്തുകൊണ്ട് ഇവരെ തന്നെ? ഇവർ നൽകിയ പഠന റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ശരിയാണെന്ന് തോന്നിയത് കൊണ്ട്, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വോട്ടിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ലാന്ന് കോടതിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട്, എബോവ് ആൾ ഇവർ സാധാരണക്കാരാണ്. They represent the public. All the best.